കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണോ? ആണോന്ന്? അതിനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നീ എന്തിനെങ്കിലും ശ്രമിച്ചാ എന്റെ തനി സ്വഭാവം നീ അറിയും. പറഞ്ഞേക്കാം. അയ്യോ അയ്യോ ഹരിപ്രിയ, ഹരിപ്രിയ, എന്ത് വെച്ചു? ഹരിപ്രിയ, മോളെ മോളെ ഹരിപ്രിയേ, അയ്യോ മോളെ, എന്താ എന്താ പറ്റിയത്? എന്റെ മോക്ക് എന്താ പറ്റിയത്? അയ്യോ വേണ്ട വേണ്ട, കിടന്നു. മോളെ എന്നാ പിന്നെ നമുക്ക് ആശുപത്രിയിൽ പോകാം. അയ്യോ വേണ്ടമ്മേ, എനിക്കിടയ്ക്ക് ഇതുപോലെ വരുന്നതാ. കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അങ്ങനെ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ പോകുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങോട്ട് വരുത്താം. അതെ, അതൊന്നും വേണ്ട ഏട്ടാ, കുറച്ചു നേരം കിടന്നാ മതി, മാറിക്കോളും. ഏട്ടാ, ഇതിന്റെ പേരിൽ ജ്യോതി ഒന്നും പറയില്ലേ, അവള് വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. എന്നാലും എന്തൊക്കെയാ അവള് ഹരിപ്രിയെ പറഞ്ഞത്? ഞാൻ കരുതിയത് തല്ലിന്നാ. അത്രക്കല്ലായിരുന്നോ ഭദ്രകാളി തുള്ളല്? അല്ല, അവൾ എന്താ പറഞ്ഞത്? ഹരിമോളെ ജ്യോതി എന്താ പറഞ്ഞതെന്ന്? അമ്മേ, DK ഹരിപ്രിയം പുറത്തുനിന്ന് വന്നപ്പോ ജ്യോതി അവരെ തെറ്റിദ്ധരിച്ച് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. കൂടിപ്പോയെന്നല്ല, ഇതിനെ അഹങ്കാരം എന്നാ പറയുന്നത്. ആ ബോധം കെട്ട വീഴ്ചയില് ഹരിപ്രിയക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അമ്മേ, എന്നെ പ്രതി ഇവിടെ ഒരു വഴക്കുണ്ടാക്കല്ലേ. അവളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവരെ അപമാനിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലായാലും അത് നല്ലതല്ല. എന്നാലും അമ്മ ഇതൊരു ഇഷ്യൂ ആക്കണ്ട. ഹരിപ്രിയ, തൽക്കാലം വിശ്രമിക്കുക. ഇനി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ നമുക്ക് ഡോക്ടറെ കാണാം. ശരി ഏട്ടാ. ജ്യോതിയോട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ അമ്മേ. ജ്യോതി പറഞ്ഞത് തന്നെയാ ശരി. തെറ്റ് ചെയ്തത് ഞാനാ. നോ, നിന്റെ ഏട്ടനാണവൻ. അവന്റെ കൂടെ എവിടെ പോകാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് അവളോട് ചോദിച്ചില്ലെങ്കിലേ ശരിയാവത്തില്ല. യു ടേക്ക് റെസ്റ്റ്. ഐ കം. മായച്ചി വാ, അമ്മ ഇന്ന് ജ്യോതി ശരിയാക്കും. ചിത്ര വാ. കഷ്ടായി പോയല്ലോ കമലേച്ചി. ഒരു കഷ്ടവുമില്ല, നല്ല 2 വഴക്ക് അവൾക്ക് അത്യാവശ്യം. വാ, എഴുന്നേൽക്ക് പതുക്കെ. ഇത് കഴിക്കേ, എന്നാ കഴിക്കേ. മിണ്ടിപ്പോരുത്. ഹരിപ്രിയ അധിക്ഷേപിക്കാൻ നിനക്കെന്ത് അധികാരം? അവള് നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? ഞങ്ങളുടെ ഗസ്റ്റാ ഹരിപ്രിയ. ഞാൻ വിളിച്ചിട്ടാ അവൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ അധികാരി ഇവളാണെന്നാ ഇവളുടെ വിചാരം.
അതിന്റെ നെകളിപ്പിലാ ഹരിപ്രിയയോട് കുതിരേറാൻ പോയത്. ഛേ, എന്തായാലും വളരെ ചീപ്പായി പോയി. കഴിഞ്ഞോ എല്ലാവരുടെയും വിചാരണ? ദാ നോക്ക്, എന്താ ഇത്? എന്റെ ഭർത്താവിനെയും കൊണ്ട് ഇങ്ങനെ ഒരു ചുറ്റു പോയാലാണോ ഇവളുടെ പണി? അതിനാണോ അമ്മ അവളെ വിളിച്ചു വരുത്തിയത്? അങ്ങനെ ഏതെങ്കിലും ഒരുത്തി വന്ന് വിളിച്ചാ ഊരു ചുറ്റാൻ പോകുന്ന ആളാണോ DK? അല്ല, പോകത്തില്ല, അതെനിക്കറിയാം. പക്ഷെ ഹരിപ്രിയയുടെ കൂടെ പോവും. ഇത് സുപ്രിയൊന്നും അല്ലല്ലോ, ഇതവളുടെ അനിയത്തിയല്ലേ. ഇവൾ എത്ര വിചാരിച്ചാലും സുപ്രിയ ആവില്ല. ഇനി നാളെ ഇതിനപ്പുറം നടക്കും. അതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ ഏതാണെന്ന് ചോദിച്ചപ്പോഴേക്കും ബോധക്കേടങ്ങ് അഭിനയിച്ചേക്കുവാ. അമ്മേ, ഇത് അവളുടെ ഒന്നാന്തരം അടവാ, അതെനിക്ക് ഉറപ്പാ. ഹരിപ്രിയ ഒരിക്കലും സുപ്രിയ ആകില്ല. അത് നീ പറഞ്ഞ കറക്റ്റാ ആണേ. പക്ഷെ അവന്റെ കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയിന്ന് വെച്ച് അവളെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടമ്മേ. നിങ്ങൾ ആരും കരുതുന്ന പോലെ അങ്ങനെ വെറുതെ ഗസ്റ്റ് ആയിട്ട് വന്നവളൊന്നല്ല ഹരിപ്രിയ. വാട്ട് യു സ്പീക്കിംഗ്? ഇത് ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. പക്ഷെ എന്റെ ഇത്തരം തോന്നലുകളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഹരിപ്രിയയുടെ ഈ വരവിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? അമ്മേ, ഇതിവളുടെ പ്ലാന്. ഹരിപ്രിയയെ ഇവിടുന്ന് ഓടിക്കാം. അമ്മ ഇതിന് വഴങ്ങി കൊടുക്കരുത്. ഇവൾക്കിപ്പോ പേടിയാ, ഹരിപ്രിയ എങ്ങാനും തിരിച്ചു പോയില്ലെങ്കിലോന്ന്. DKയുടെ കൂടെ ഹരിപ്രിയ ഒരു സ്ഥലത്ത് പോയി. എന്തായാലും വെറുതെ ഒരു സ്ഥലത്ത് പോവില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം കാണുമെന്നേ. അതിനെത്രയ്ക്ക് സീൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങൾ ആരും പറയുന്നൊന്നും അല്ല കാര്യം. എനിക്കതറിയാം. അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അവധിക്കാലം ചെലവഴിക്കാനാണെന്നും പറഞ്ഞ് ഹരിപ്രിയ വന്നിരിക്കുന്നുണ്ടല്ലോ. അതൊരു വെറും വരവല്ല. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല. യു തിങ്ക് ബാഡ്. ഒരാളെ അധിക്ഷേപിക്കാൻ വെറുതെ സ്റ്റോറി ഉണ്ടാക്കരുത്. ഞാൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. കാര്യം ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഹരിപ്രിയയുടെ കൂടെയുള്ള ആ ചേച്ചിയില്ലേ, കമലെടുത്തി, അവരെന്നോട് പറഞ്ഞെന്താന്നറിയോ? ഇനി അവര് ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ലാന്ന്. എന്തിനാ അവരങ്ങനെ പറഞ്ഞേ? അതവര് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി തമാശ പറഞ്ഞതായിരിക്കും. തമാശയൊന്നും അല്ല, വെറുതെ ജോക്ക് അടിച്ചതായിരിക്കുന്നേ. അതങ്ങനെ വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാന്നൊന്നും എനിക്ക് തോന്നില്ല അമ്മ. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഹരിപ്രിയ ഇനി അമരാവതിയിൽ നിന്നും തിരിച്ചു പോവില്ലാന്ന്. അതെങ്ങനെ നടക്കും മോളെ? അവക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോവണ്ടേ? മോളെ, നീ വല്ലാതെ റോങ് ആയിട്ടാ തിങ്ക് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് പറയുന്നതേ ഞാൻ വിശ്വസിക്കൂ. അവൾ ഇനി ഒരു അമേരിക്കയിലേക്കും തിരിച്ചു പോവില്ല. ഈ അമരാവതിയുടെ മുറ്റത്തേക്ക് ഹരിപ്രിയ കയറി വന്നത് ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നോക്കിക്കോ. എന്റെ കൃഷ്ണ, നീയാ? നീ ഒരൊറ്റ ഒരുത്തി എന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നേ? പറയടി, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണോ? ആണോന്ന്? ദാ ഈ ചായ കുടിക്കേ. ജ്യോതി കമലിച്ചി കണ്ടോ? ഇല്ല, അമ്മ ജ്യോതി ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് മായ പറഞ്ഞു. ജ്യോതിയെ വഴക്ക് പറഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി കാണും. അവർക്ക് മാത്രമല്ല, എനിക്കും സന്തോഷമായി. അങ്ങനെ പറയില്ലേ കമലേച്ചി, അവൾ ഒരു പാവ.
അത്ര പാവമൊന്നും അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഓക്കെയാ. പനിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? 1-2 തവണ. എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. അയ്യോ, അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ബോധം കെടലൊക്കെ കഴിഞ്ഞോ? അഭിനയം നല്ല വശമാണല്ലേ? അല്ലോ, എത്ര പെട്ടെന്ന് ബോധം പോയതും പിന്നെ തിരിച്ചു വരുന്നതും ഒക്കെ. ഇനിയും ബോധം കെടുത്താൻ വന്നതാണോ? ഇതിന് വല്ല ബോധവും ബുദ്ധിയും ഉണ്ടായിട്ട് വേണ്ടേ? ഓ, അത് ഞാനങ്ങ് സഹിച്ചു. നിന്നെ കൊണ്ട് മറ്റുള്ളവരിലെ സഹിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇനി ഹരിപ്രിയ ചീത്ത പറയാനാണോ? അയ്യോ, ഞാൻ ചീത്ത പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ നിങ്ങളുണ്ടല്ലോ. ഉണ്ട്, അതിലൊരു സംശയവും വേണ്ട. അറിയാം. ഇവൾക്ക് എന്തെങ്കിലും വന്നാൽ ആശ്വസിപ്പിക്കാൻ എനിക്ക് കടമയുണ്ട്. ശോ, എന്തിനാ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത്? നിങ്ങളുടെ പിണക്ക് ഇതുവരെ മാറിയില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ഞാൻ ആരുടെയും കാലു പിടിക്കാൻ വരത്തുമില്ല. അങ്ങനെ കാല് പിടിക്കാൻ ഞാൻ നിന്ന് കൊടുക്കാറുമില്ല. ബുദ്ധിയില്ലാത്ത കഴുത. ആരോടാ എന്താ എപ്പോഴാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല. പുളിവാറിന് നല്ല തല്ല് കിട്ടാത്തതിന്റെ കേട വെക്ക്. താൻ റെസ്റ്റ് എടുക്ക്. ഞാൻ ഇനി ഇവിടെ നിന്നാ അത് ശരിയാവില്ല. ദൈജി, എന്തിനാ ജ്യോതി ഇങ്ങനെ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ആര് ദേഷ്യം പിടിപ്പിച്ചു? ഞാനോ? ബെസ്റ്റ്. ഹിറ്റ്ലറിന് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഇനി വേണോ? അല്ല, നീ ശരിക്കും ബോധം കിട്ടു തന്നെ ആയിരുന്നോ? ഓ, അതറിയാൻ വന്നതാണല്ലേ? ശരിക്കും ഞാൻ വഴക്കിട്ടതുകൊണ്ടാണോ ബോധം പോയത്? ആണോ? ഏട്ടൻ പറഞ്ഞത് ശരിയാ. നിന്റെ ബുദ്ധിക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ നിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വന്നവളാണെന്ന് പേടിച്ചിട്ടല്ലേ എന്നെ ഇത്രയും ചീത്ത പറഞ്ഞത്? അയ്യേ, പേടിയോ? എനിക്കോ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാനെന്തിനാ പേടിക്കുന്നത്? അതെനിക്ക് കുറച്ചു മുമ്പേ നല്ലോണം മനസ്സിലായി കേട്ടോ. അതിപ്പം ഏത് ഭാര്യയായാലും പറയില്ലേ? പ്രത്യേകിച്ച് നിനക്ക് സുപ്രിയയുടെ രൂപം തന്നെയല്ലേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ദൈവം തന്നതല്ലേ. എന്നാലും ദൈവം ചെയ്തത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. പക്ഷേ എനിക്കിന്നൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? സുപ്രിയ ഈ വീടിനകത്തൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. എന്റെ ദൈവമേ, എന്നാ പിന്നെ നമുക്കൊരു മന്ത്രവാദിയും കൊണ്ടുവന്ന് അങ്ങ് ആവാഹിക്കാം. ഇതിനെ അങ്ങനെ ആവാഹിക്കാനൊന്നും പറ്റില്ല. അതെന്താ? അത്രയ്ക്ക് വലിയ ബാധയാ? നീ വിചാരിക്കുന്നതിനേക്കാളും വലിയ ബാധയാ. പിന്നെ നീ ഒന്ന് സൂക്ഷിച്ചു. എന്തിന്? ഞാനിപ്പോ എന്തിനാ സൂക്ഷിക്കുന്നെ? സുപ്രിയ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഏട്ടന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു? എന്റെ കണ്ണ ചതിക്കല്ലേ. എങ്ങനെയും DKയുടെ മനസ്സിൽ നിന്ന് അതെല്ലാം ഒന്ന് മാറ്റി കളഞ്ഞേക്കണേ. കണ്ണനെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? കണ്ണനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഞാൻ പോയി ഒന്നുകൂടെ പറയാൻ പോവുക. എന്ത്? DKയുടെ മനസ്സിൽ നിന്ന് സുപ്രിയയുടെ ഓർമ്മകളെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ. അതെ, സോറിയേ. കുശിനിക്കാരൻ ഇവിടെ വന്ന് നിൽക്കണം. അതെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ അവളോട് സോറി പറയാൻ പോയേ? സ്റ്റോപ്പ് ഇറ്റ്.
നിനക്ക് മര്യാദ എന്താണെന്നറിയോ? ഒരാളോട് പെരുമാറാൻ അറിയോ? ഹരിപ്രിയോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? ഈ വീട്ടിൽ അവൾക്കുള്ള സ്ഥാനം എന്താണെന്നറിയോ നിനക്ക്? നിന്റെ പുലഭ്യം പറച്ചിലിൽ സഹി കെട്ടിട്ടാ അവൾ ബോധം കെട്ട് വീണത്. മതി മതി, ഒരു പൊടിക്കങ്ങ് അടങ്ങും. അതിന്റെ പേരിൽ ഇനിയിപ്പോ നിങ്ങൾ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട. അത് അവളുടെ അടവാണോന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ ഇത്രയ്ക്ക് അധപ്പതിച്ചവളാണോ? പിന്നെ ഞാൻ എന്ത് വേണം? എന്റെ ഭർത്താവിനെ വിളിച്ച് ചുറ്റിക്കറങ്ങാൻ പോയവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ഞാൻ. നിന്റെ കണ്ണിന് മാത്രമല്ല, നിന്റെ മനസ്സിനും തിമിരം ബാധിച്ചിരിക്കുക. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നിന്റെ ശേഷി പോലും നഷ്ടപ്പെട്ടു പോയി. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാണ്. എന്ത് കാര്യം? അവൾ എന്നോട് പറയാ സുപ്രിയ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്ന്. ശരിയാണോ? മരിച്ചുപോയ സുപ്രിയ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടോന്ന്? എന്താ ഒന്നും മിണ്ടാത്തേ? എന്റെ ഉത്തരവില്ലേ? ഉത്തരവുണ്ട്. മൂകാംബികയിൽ നിന്ന് വന്ന ശേഷം ഞാൻ സുപ്രിയെക്കുറിച്ച് ഓർക്കാറേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഹരിപ്രിയ വന്നത് മുതൽ അവളുണ്ട്. എന്റെ ഉള്ളിലല്ല, എന്റെ കൺമുമ്പിൽ. ഹരിപ്രിയയുടെ സാമീപ്യം എന്നിൽ സുപ്രിയയുടെ ഓർമ്മകൾ ഉണ്ടാക്കുന്നു. അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ എല്ലാം എല്ലാം സുപ്രിയെ പോലെ തന്നെ. എന്റെ ദേവി, ഇയാളുടെ കിളി പോയിന്നാ തോന്നേ. എന്റെ പൊന്നി ഹിറ്റ്ലറെ, അത് സുപ്രിയ അല്ല, ഹരിപ്രിയ. ഹരിപ്രിയ. എനിക്കറിയാം അത് ഹരിപ്രിയാണെന്ന കാര്യം. പിന്നെ പക്ഷെ പലപ്പോഴും ഞാനത് മറന്നു പോകുന്നു. എന്റെ ഈശ്വര, ഈ കുശിനിക്കാരൻ പിഴച്ചു പോയിന്നാ തോന്നുന്നേ. ഈ ചിന്ത ഇവിടെ നിർത്തിക്കോണം. പോയവരങ്ങ് പോയി. അതിന്റെ പേരിൽ അവളുടെ പിന്നാലെങ്ങാനും നടന്നോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഒരു പ്രിയോ. ഹരിപ്രിയ, എന്താ? എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ജ്യോതി പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാ കരഞ്ഞത്? കരയണ്ട, ഞാനില്ലേ കൂടെ. കരയണ്ട. എന്റെ കണ്ണാ, പകല് നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്വപ്നം കാണിക്കുന്ന? ഉള്ള സമാധാനം കൂടി പോയി. സുപ്രിയ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? പണ്ടത്തേക്കാൾ കൂടുതൽ ഞാനിപ്പോ നിന്നെ ഓർക്കുന്നു, നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. ഹരിപ്രിയ അടുത്ത് നിൽക്കുമ്പോൾ നീ അടുത്ത് നിൽക്കുന്ന പോലെ. അവൾ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കുന്ന പോലെ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? നീയും ഹരിപ്രിയയും ഒരുമിച്ച് പിറന്നവരല്ലേ? നീയില്ലെങ്കിലും ഹരിപ്രിയ ഇവിടെയുണ്ട്.
അതുകൊണ്ട് ഈ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഇന്നത്തേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ല. അവൾക്കുള്ള നമ്മുടെ സമ്മാനവും ഇന്ന് കൊടുക്കാം, അല്ലേ? അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു, ഈ പിറന്നാൾ നിനക്കുള്ള എന്റെ ഡെഡിക്കേഷന്. അത് ശരി. അപ്പൊ പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ? ആ ഹരിപ്രിയെ എനിക്ക് പാരയാവുന്നുള്ളത് ഉറപ്പാ. ഈ പിറന്നാൾ എങ്ങനെയെങ്കിലും പൊളിക്കണം.